ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നമുക്കൊന്നിച്ച് ധ്യാനിപ്പാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയോർ ദൈവത്തെ സ്തുതിക്കാം. എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന നാം എത്തിയിരിക്കുന്ന കാലഘട്ടവും ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അത് നമ്മൾ ഗവനിക്കാതെ വിടരുത്. മനസ്സിലായി? പട്ടണത്തിന് നേരെ വാൾ വരുന്നത് കണ്ടിട്ട് കാവൽക്കാരൻ മിണ്ടാതിരുന്നാൽ പ്രശ്നമുണ്ട് കേട്ടോ. പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ആ ഉത്തരവാദിത്വത്തിൽ ഉണരാൻ ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടന്നു വരിക. നാളുകളായി നാം ഈ ദൈവവചനം പവർ വിഷനിൽ കൂടെ വേർഡ് ഇൻ പവർ എന്ന നാമധേയത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകരത് കേട്ട് അനുഗ്രഹവും സന്തോഷവും വിടുതലും പ്രാപിക്കുന്നു. അനേകരുടെ ഫോൺ കോളും ഇമെയിലും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ധൈര്യം തരുന്ന, അതോടൊപ്പം തന്നെ അനേകരെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. അനേകരുടെ വിഷയങ്ങൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകരെ വിടുവിക്കുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. എല്ലാ മഹത്വവും ദൈവസന്നിധി പിതാവിനെ ദൈവിക പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും വിനയത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ വലിയേറിയ പ്രാർത്ഥനയൊക്കെ ആവശ്യം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവകൃപയിൽ ദൈവവചനം പറയാൻ എളിയവനും കൃപ ലഭിക്കണം. എല്ലാവരും ഒരു നിമിഷം കൂടെ നമുക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ നന്ദി. നല്ല ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. നന്ദി 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 ഉണ്ടപ്പാ. പാട്ടുകാരൻ പാടിയതുപോലെ നന്ദി പറയാൻ ഒത്തിരിയുണ്ട്. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് വീണ്ടും തിരുസന്നിധി വിനയപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കും. കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശബ്ദം താവേ ഈ ലോകത്തിന് പകർന്നു കൊടുക്കാൻ കർത്താവ് തന്ന എല്ലാ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ മണിക്കൂറുകളിലും വീണ്ടും നിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവാത്മശക്തിയിലും ദൈവകൃപയിലും സ്വർഗീയ ജ്ഞാനത്തിലും അടിയനെ നിർത്തണേ. ആമീൻ. ദൈവകൃപയിൽ അഭിഷേകം ചെയ്യപ്പെട്ട വചനം വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവെ സഹായിക്കും. വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. അവരുടെ ജീവിത വിഷയങ്ങളിൽ വിടുതലും രൂപാന്തരവും വരുവാൻ ദൈവം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ശിഷ്ടത്തെയും ദൈവം നിയന്ത്രിച്ച് അനുഗ്രഹിച്ചാട്ടെ. തിരുനാമം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അവിടെ വീണ്ടും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയായി ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ ഒരു മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്തയാണ്. നമ്മൾ പല മേഖലയിൽ മടങ്ങി വരാൻ, കാരണം വീണുപോയി, പരാജയപ്പെട്ടു പോയി, തെറ്റിപ്പോയി, ഇതെല്ലാം ആ മേഖലയിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ അവരോട് ചിന്തിച്ചോണം എവിടെയാണ്. അവിടെ നിന്ന് ഉണരണം, വീണിടത്തുനിന്ന് എഴുന്നേൽക്കണം, തെറ്റിയിടത്തുനിന്നൊരു കറക്ഷൻ ഉണ്ടാകണം. അപ്പോൾ ദൂരെ പോയിരിക്കുന്നെങ്കിൽ മടങ്ങി വരണം എന്ന് വെച്ചാൽ ദൈവത്തിങ്ങ് അകന്നു പോയി ഈ മേഖലയിലാക്കി ചിന്തകൾ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യം. പല മേഖലയിലുള്ള മടങ്ങിവരവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ച് വരിക. ഇന്നും അതുപോലെ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യം. എവിടെ മടങ്ങിവരവ്? ഇന്നത്തെ ചിന്ത, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ദൈവിക കൃപയുടെ ഭദ്രതയിൽ നിന്ന ദൈവബന്ധത്തിൽ നിന്ന കാലത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഓർഡറിൽ പോയിക്കൊണ്ടിരുന്നല്ലേ. ഒരു മനുഷ്യൻ്റെ വഴിയിൽ എനിക്ക് പ്രസാദം തോന്നിയാൽ ഞാൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്ന് കൽപ്പിച്ചത് കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ കാലങ്ങൾ മാറിയപ്പോൾ, സാഹചര്യങ്ങൾ മാറിയപ്പോൾ എല്ലാം മാറി. അന്ന് അനുഭവിച്ച സമാധാനവും സംതൃപ്തിയും ഉണ്ടോ? ചിന്തിച്ച് നോക്കണമല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇന്നെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടം. എല്ലായിടത്തും അസ്വസ്ഥതയും അസന്തുഷ്ടതയും അല്ലേ വ്യാപിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മുമ്പിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ പലരും ഭാരപ്പെടുന്നു. പക്ഷെ കാരണം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്താ മനസ്സിലായത്? മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതാണ് കാര്യം. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത്. അടുത്തിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നോടടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോടടുത്ത് വരും എന്ന് മാത്രമല്ല, ദൈവത്തോട് എത്രയും അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതെന്നാണ് ആസാഫ് 73-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്.
അതിൻ്റെ പശ്ചാത്തലം ഒരു വലിയ ആ സങ്കീർത്തനത്തിൻ്റെ ആരംഭം ചിന്തിച്ച് വരുമ്പോൾ, അത് അവസാനത്തിൽ വരുമ്പോൾ അത് കണ്ടുപിടിച്ചൊരു വലിയ ഡിസ്കവറിയാണ്. അതാണ് നല്ലത്, അതേ ഉള്ളൂ എന്ന്. 91 സങ്കീർത്തനം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവന് പറ്റിയെന്ന് ഏറ്റവും അടുത്ത് അല്ലേ, വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലത്. അതാണ് അനുഗ്രഹത്തെ. പക്ഷേ തെറ്റിപ്പോയി, അകന്നുപോയി. അന്നെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവ് ആയിരിക്കുന്നൊരു പരിശോധിച്ച് മുന്നോട്ട് നീങ്ങാൻ പരിശുദ്ധാത്മാവ് ആലോചന ചെയ്യുക കേട്ടോ. അതുകൊണ്ട് പഴയ അനുഭവങ്ങളിൽ നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ ഒരു മടങ്ങി വരവ് ആവശ്യം. അതിന് ഇടയാകണം. അതിനാ ദൈവവചനം കേൾക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ചിന്ത നമ്മൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. ദൈവവചനമായ സകലത്തിനും കാരണം പരിശോധിക്കുമ്പോൾ. അപ്പം ഇതിന് ദൈവവചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായത്തിൻ്റെ 36 വാക്യം ഞാൻ വായിക്കാം. എന്താ വാക്യം? വാക്യം ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ പ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. എന്താ വചനം? നിങ്ങൾ എൻ്റെ വചനങ്ങളെ മറിച്ചു കളഞ്ഞുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ മറിച്ചു കളഞ്ഞു. ആ അനുഭവമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുക കേട്ടോ. അതെത്ര ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ കയറി നമ്മൾ ഇടപെടുക എന്ന് പറയുന്നത് തന്നെ അപകടം അല്ലേ? അത് വളരെ സൂക്ഷിക്കണം. ദൈവകാര്യം ദൈവികമായിട്ടല്ലാതെ, ദൈവവിശുദ്ധിയോടല്ലാതെ ഒന്നും തൊടാൻ ഒരുത്തിനും അനുവാദമില്ല. അനുവാദമില്ലാത്തവരൊന്നും തൊട്ടാൽ അപകടമാണ്. അതിന് വേദപുസ്തകത്തിൽ നല്ല ഉദാഹരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് സംഭവിച്ചത് കേട്ടോ. ദൈവവചനം പറഞ്ഞ് അറിയാവുന്നവർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് എന്താ പറ്റിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനങ്ങളെ മറിച്ചു കളഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹം നമുക്ക് ലഭിക്കത്തില്ല. അനുഗ്രഹം ലഭിക്കത്തില്ലെന്ന് മാത്രമല്ല, അതൊരു അപകടവുമാണ്. 50 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ വചനങ്ങളെ പുറകിൽ എളിഞ്ഞു കളഞ്ഞുവല്ലോ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തോ അതിൻ്റെ അർത്ഥം? കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കേണ്ട വചനം അത് മുന്നിൽ പോകേണ്ടതാണ്. അത് വെളിച്ചം തരുന്ന വചനം. അത് പുറകിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ഇരുട്ട്, മുൻവശം ഇരുട്ടാണ്. ഇരുട്ടിലാണ് യാത്ര. മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിലാണ്. ആര് സഹായിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ വളരെ ഗൗരവമായി ചിന്തിക്കണ്ടേ. ഇവിടെയാണ് വചനത്തിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കണം. ഇരുട്ടത്ത് തപ്പിത്തടയുന്ന അവസ്ഥ. അനേക ഭവനങ്ങളിൽ അസ്വസ്ഥതയുടെ ആലസ്യങ്ങളാണ്. ഒന്നീ ഭർത്താവിൻ്റെ പ്രശ്നം, അല്ലേ ഭാര്യയുടെ പ്രശ്നം, അല്ലേ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, സാമ്പത്തിക വിഷയം, എന്തെല്ലാം വിഷയങ്ങളുള്ളവരാ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്നേ. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ചിലതൊക്കെ കേൾക്കുന്നു. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സംഭവം. മറ്റു റെമഡിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. അതിൽ ആശ്രയിക്കാം. വലിയവനായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പുസ്തകം ആ വേദപുസ്തകം, ബൈബിൾ. അത് വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കളിൽ കൂടെ, ആത്മീയ നേതൃത്വത്തിൽ കൂടെ ഒക്കെ നമുക്ക് ലഭിച്ച പൈതൃക മൂല്യങ്ങളിൽ കൂടെ ഒക്കെ ലഭിച്ച വചനത്തിൻ്റെ ആ വെളിച്ചത്തിലാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം വന്ന് മനസ്സിലായി. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നവനെ ദൈവാത്മാവ് ബലപ്പെടുത്തും. ഇതാണ് ഇതിൻ്റെ മിസ്റ്ററി. മറ്റു മതങ്ങളെയൊക്കെ അപേക്ഷിച്ച് ക്രിസ്തീയ മാർഗത്തിനുള്ള പ്രത്യേകത അതാണ്. When somebody comes to the covenant of the blood of Jesus, ഒരുവൻ ദൈവകൃപയുടെ ഭദ്രതയിൽ യേശുവിൻ്റെ രക്തക്കോട്ടക്കുള്ളിൽ മറഞ്ഞടുത്ത് വരുമ്പോൾ, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും. The Holy Spirit will guide him. ഇത് അനുഭവമാണ് കേട്ടോ. വാസ്തവമായി സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, മഹത്വപ്പെടുന്ന, സ്നേഹിക്കുന്ന ദൈവങ്ങളെയൊക്കെ അനുഭവമാണ്. അതുകൊണ്ട് ദൈവകൃപ നമ്മിൽ നിന്ന് ചോർന്നു പോകാതെ, ദൈവശക്തി കുറഞ്ഞു പോകാതെ
ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ വചനം നമ്മൾ സ്ഥിരമായി വേണം കേട്ടോ. അതുകൊണ്ട് മടങ്ങി വരവിനായിട്ട് ദൈവം നമ്മെ ആലോചന തരിക. എന്താ ഇനി വചനം? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലേ? അപ്പോൾ വചനമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവമാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് വായിക്കുന്നത് പോലോ ഒരു പത്രം വായിക്കുന്ന പോലെ ഒന്നുമല്ല. ഇറ്റ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവാത്മപ്രേരിതമായ പുസ്തകമാണിത് കേട്ടോ. അതുകൊണ്ട് ഈ വചനം എന്താ പരിശുദ്ധാത്മാവ് തന്നെ തിരുവചനത്തിലധികം ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച്. 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിലേക്ക് വരുമ്പം, ഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. God, your words are settled in heaven. മാറ്റമില്ലാത്ത ഈ വചനം. ആരെങ്കിലും വന്ന് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. മാറ്റാൻ ശ്രമിക്കുന്നവനൊക്കെ അപകടത്തിൽപ്പെടും. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ച ലോകത്തിൽ എന്തോ മാറി. എവറിത്തിങ് ഈസ് ചേഞ്ചിങ് അല്ലേ? എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ട് കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൽ മഴ, ഇടവപ്പാതി, തുലാവർഷം, ഇതാണ് മെയിനായിട്ട് 2 മഴ. ഇപ്പം എന്ത് ചെയ്യും? എപ്പോഴാണ് മഴ? അതെല്ലാം മാറി. അങ്ങനെ ഇരിക്കുമ്പം കാലാവസ്ഥയിൽ നിന്നൊരു ടെലിവിഷനിൽ വരും, അടുത്ത 5 ദിവസത്തേക്ക് അലേർട്ട്, റെഡ് അലേർട്ട്, ബ്ലൂ അലേർട്ട്, അലേർട്ട്. എന്താ? കിഴക്കൊരു ന്യൂനമർദ്ദം വരുന്നു, പടിഞ്ഞാറൊരു ന്യൂനമർദ്ദം വരുന്നു. കാലാവസ്ഥ മാറി, മനുഷ്യൻ്റെ സ്വഭാവം മാറി. ഒത്തിരി പറയാം. ഒന്നും മാറ്റമില്ലാത്ത ഒന്നുമില്ല. Only one thing, that is the word of God. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ മാറ്റമില്ല. അതുകൊണ്ട് അതിൽ ആശ്രയിക്കാൻ പറയും. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്തൊക്കെ സ്ഥിരമായിരിക്കുന്നു ദൈവവചനം. ഈ വചനത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:35 രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയാമോ? ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഈ വചനങ്ങൾക്ക് മാറ്റമില്ല. ആർക്കും മാറ്റാൻ കഴിയത്തില്ല. ഇതൊക്കെയാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ചുമ്മാതെ വായിക്കല്. ഇത് വായിക്കുമ്പോൾ ജീവനുണ്ടാവും. കുറച്ച് നേരം ചിലർ പറയും വായിച്ചാൽ ഒന്നും ഞാൻ പറയും നിങ്ങൾ കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാകുന്നില്ലെന്ന് വിചാരിച്ച് വിട്ടുകളയല്ല, പിന്നെയും വായിക്കണം. കുറച്ച് വായിച്ച് നമ്മൾ അതിൽ ആത്മാവിൽ അതിലോട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളങ്ങളെ സ്പർശിക്കും, ഹൃദയം ഒന്നുടയും, കണ്ണു നിറയും. അതെൻ്റെ ജീവിതാനുഭവം കേട്ടോ. ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തെ. എന്ന് മാത്രമല്ല, വചനത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുടെ ഏത് വാളിനേക്കാളും മൂർച്ചയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കാൻ കഴിവുള്ള. ഇങ്ങനൊരു പവറുള്ളത് എന്തുകൊണ്ട്? ആധുനിക സംവിധാനങ്ങളൊക്കെ പലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലുതാ അറിയപ്പെടും. പക്ഷെ ഇതിന് ശക്തിയൊക്കെ അനുഭവിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു വ്യവസ്ഥയുണ്ടാകും. എങ്ങനെങ്കിലും ചെയ്താൽ ശരിയാകത്തില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആധുനിക കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഇപ്പോൾ ഒരു ഡോട്ട്, ഒരു കുത്ത് മാത്രമുള്ളത് നമ്മൾ അടിച്ചിരുന്ന കൂട്ടത്തിൽ അത് വിട്ടുപോയാൽ സംഗതി ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവിക പ്ലാനിലുള്ള വിഷയങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒക്കുമോ? ഒരു ഇമെയിൽ അഡ്രസ്സ് അയക്കുമ്പോൾ മാത്യു എബ്രഹാം ഡാഷ് അല്ലെങ്കിൽ .@gmail എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ ഒരു ഡോട്ട് ഇല്ലെങ്കിൽ സംഗതി ചെല്ലത്തില്ല. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ എത്ര ഭയത്തോടെ ദൈവവചനത്തെ ഉൾക്കൊള്ളണം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റപ്പെടാത്ത ദൈവത്തിൻ്റെ വചനത്തെ കർത്താവെ ഭക്തിയോടെ ഭയത്തോടെ ഉൾക്കൊള്ളാൻ. ഇപ്പോൾ നമ്മൾ കേട്ടത് എന്താ? ദൈവത്തിൻ്റെ വചനം ജീവനും ചെയ്ത്. അപ്പം ജീവനാണ് ഇത് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ ജീവനുണ്ട്. അത് വായിക്കുമ്പോൾ ജീവൻ ഉണ്ടാവും. അപ്പോൾ വചനമില്ലാത്തവന് ജീവനില്ല, അതതിൻ്റെ അർത്ഥം. വചനം വേണം. ഈ വലിയ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷെ പറ്റിയ എന്താണെന്ന് പറയുക, ഈ വചനത്തെ നമ്മൾ പുറകിൽ എറിഞ്ഞു കളഞ്ഞു ഇല്ലേ? വചനത്തെ മറിച്ച് കളഞ്ഞു. പിന്നെ അതിൻ്റെ ഗുണം കിട്ടുമോ? ഇവിടേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവ് ഓർമ്മിക്കുന്നു. വചനത്തെ മറിച്ചു കളഞ്ഞുകൊണ്ട് ജീവനില്ലാത്ത അവസ്ഥ. ഇംഗ്ലീഷിൽ പറഞ്ഞ അനീമിയ, വിളറിയിരിക്കുക. ആത്മീയരെന്ന് പറയുന്നവരല്ല. എന്തേലും ശക്തിയുണ്ടോ? ശാന്തമായി പരിശോധിക്കും പ്രിയപ്പെട്ടവരെ. ഒരു വിളർച്ചയല്ലേ എല്ലായിടത്തും.
ആത്മീയ ശക്തിയുണ്ടോ? ദൈവമേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചോണം വേഗത്തിൽ. ഞാൻ പറയട്ടെ, വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുമാ ജീവിക്കണം. മോശ മുഖാന്തരം ദൈവം കൊടുത്ത കൽപ്പന. കർത്താവ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് തന്നെ പിശാച് പരീക്ഷിച്ചപ്പോൾ എടുത്തു പറഞ്ഞു, ഇത് മനുഷ്യന് ആവശ്യമാണ്. ഭൗതിക ശരീരത്തിൻ്റെ വളർച്ച നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ? ഉണ്ടോ? ബാഹ്യ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ആഹാരം വേണം എന്ന് പറഞ്ഞ പോലെ അകത്തെ മനുഷ്യൻ ആത്മാവ് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ ഭക്ഷണം. അത് കുറഞ്ഞു പോകരുത്. അത് വചനം ഭക്ഷിക്കണം. യിരെമ്യാ 15:16 ഞാൻ യഹോവയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം ഭക്ഷിപ്പാനുള്ളതാണ്, പാനം ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന വായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 1 പത്രോസ് 2:2. ഇതെല്ലാം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ വി ആർ എവേ, വചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അതുകൊണ്ട് ദൈവാനുഗ്രഹമില്ല. വചനമുള്ളത് അനുഗ്രഹമാണ്. നിന്റെ വീട്ടിൽ വചനമുണ്ടെങ്കിൽ, വചനം ഉണ്ടെന്ന് പറഞ്ഞാൽ വേദവസ്തുത്വം ഷോക്കേസിലെ കാഴ്ചവസ്തുവായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി ധ്യാനിക്കാൻ കഴിയണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർമ്മിച്ചെന്നാണ് പറഞ്ഞത്. 1-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്ത് ഇരിക്കാതെയും പിന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് ധ്യാനിക്കേണ്ടതാണ്, വായിച്ചു വിടാനുള്ളതല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ സമയങ്ങളും കാലങ്ങളും എത്ര വിട്ടുപോകുന്നു. 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്. എത്ര സമയം ദൈവജനത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്നുണ്ട്? മറ്റു പലതും എടുത്തു കളഞ്ഞ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. മട്ടുപ്പാവും ബംഗ്ലാവും ഒന്നും ഇല്ലായിരുന്നെങ്കിലും ചെറ്റക്കുടിയിൽ പാർത്തവനും ഒക്കെ ആ കൂടാരത്തിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ സൈഡിലിരുന്നൊരു പാവപ്പെട്ട അപ്പച്ചൻ കറുത്ത വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് മറിച്ച് വായിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അടുക്കയിരുത്തി ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു കാലം. നാളത്തേക്ക് ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കാണാതെ ഭാരപ്പെട്ട മാതാപിതാക്കൾ. നിരന്തരമായ ദൈവരുടെ പ്രാർത്ഥന, ദൈവാശ്രയം, എൻ്റെ തലമുറയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ദൈവജനത്തെ മാനിച്ചവനെ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? കുടുംബ പ്രാർത്ഥന. ഈ വചനം ശ്രദ്ധിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? അതോ മറ്റു പലതും ആ സമയം കവർന്ന് എടുത്തിരിക്കുകയാണോ? മറ്റു പലതിനും സമയമുണ്ടല്ലോ. അബദ്ധപ്പെടല്ലേ, അബദ്ധപ്പെടരുതേ, പരാജയപ്പെട്ടു പോകരുത്. ഡു നോട്ട് ഗെറ്റ് ഡിസീവ്ഡ്. ചതിക്കപ്പെടരുത്. മറ്റാരും നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കത്തില്ല. When you become to the bitterest moment of your life, ജീവിതത്തിന് നിർണായകമായ നിമിഷങ്ങൾ നീ എത്തിവിടുമ്പോൾ ഒരു മനുഷ്യനും നിന്നെ സഹായിക്കത്തില്ല. മെഡിക്കൽ സയൻസ് കൈമലർത്തുമ്പോൾ, ഡോക്ടർമാർ കൈമലർത്തുമ്പോഴും ആരുമില്ലാതെ വരുമ്പോഴും അന്നേരമല്ല ദൈവത്തെ വിളിക്കേണ്ടത്. എവരിതിങ് ഈസ് ഓക്കെ. എല്ലാം നന്നായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചോ, ദൈവം നടത്തും. ദൈവജനത്തെ മാനിച്ചോ. ഹല്ലേലൂയ. പലരും നമ്മൾ വായിക്കുമ്പോൾ എബോദോദമിൻ്റെ വീട്ടിൽ, അഭിനാദാവിൻ്റെ വീട്ടിലൊക്കെ ദൈവത്തിൻ്റെ പെട്ടെന്ന് വരുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അത് ദൈവസാന്നിധ്യമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് പുസ്തകം അവിടെ ഇരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ സ്ഥാനം നിൻ്റെ ഹൃദയത്തിലും ആ ഭവനത്തിലും ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. ധൈര്യത്തോടെ പറയാം. മടങ്ങി വരുമോ? കർത്താവേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ 63-ാം സങ്കീർത്തനം, രാത്രികാലങ്ങൾ നിൻ്റെ വചനം എന്നെ ഉപദേശിക്കുന്നു. എൻ്റെ മജ്ഞയും മേധസ്സും കൊണ്ടെന്ന പോലെ എനിക്ക് തൃപ്തി വരുന്നെന്ന്. അങ്ങനെ തൃപ്തി വരുത്തുന്നതാ ദൈവത്തിൻ്റെ വചനം. തൃപ്തി വരുത്താൻ മറ്റുള്ള പലതിലേക്ക് മനുഷ്യൻ ഓടുന്നൊരു കാലത്തിൽ തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മടങ്ങി വരാൻ ദൈവമേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം നമ്മെ കറക്റ്റ് ചെയ്യുന്ന 119-ാം സങ്കീർത്തനം 11-ാം വാക്യവും 9-ാം വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണം, നിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. 11-ാം വാക്യം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതിനെ തൻ്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. 9-ാം വാക്യം. അപ്പോൾ പാപമുള്ള ലോകത്തിൽ പാപം കൂടാതെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അകത്തുണ്ടായിരിക്കണം.
ഇല്ലെങ്കിൽ പാപത്തിൻ്റെ പരീക്ഷ വരുമ്പോൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. അങ്ങനെ ഉണ്ടാകരുതേ. ദൈവമേ സ്തോത്രം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ തലമുറ എവിടെ? ആധുനിക ലോകം ഒത്തിരി മാറിയല്ലേ, പഴയ ലോകമല്ലെന്നൊക്കെ വേണേൽ പറയാം. പക്ഷെ ദൈവപ്രമാണങ്ങൾക്ക് മാറ്റമില്ല കേട്ടോ. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കൊടുക്കാനിടയാകട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ വൃദ്ധനായാലും അവന് വിട്ടുമാറുകയില്ല. മുമ്പേ ഞാൻ പറഞ്ഞ നമ്മുടെ പിതാക്കന്മാരെ നടത്തി കേട്ടോ. 112 സങ്കീർത്തനം 1 ഭാഗ്യം, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരോടെ നടക്കുന്നവർക്ക് ഐശ്വര്യം സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകുമെന്നൊക്കെ ദൈവവചനം എഴുതി വച്ചിരിക്കുന്നത് ദൈവിക പ്രമാണങ്ങളെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം തന്ന സകല വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ആ ദൈവവചനത്തെ മാനിക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ കരുണ ചെയ്യണേ. എവിടെയാ വീഴ്ച പറ്റിയത്? ദൈവവചന ധ്യാനത്തിൽ, കുടുംബ പ്രാർത്ഥനയിൽ, ദൈവാരാധന, ഇതിലൊക്കെ പരാജയപ്പെട്ടു പോയാൽ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പകർന്നു കൊടുക്കുന്നതിൽ, സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിലൊക്കെ നഷ്ടപ്പെട്ടു പോയ പല മണ്ഡലങ്ങൾ. രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ചവർ ഈ കാലങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഒരു മടങ്ങി വരവിലേക്ക് ദൈവമേ കരുണ ചെയ്യണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മടങ്ങി വരണം. പ്രശ്നങ്ങൾ വരുന്ന മടങ്ങി വരുക. നിങ്ങൾക്കറിയാം 9/11 അല്ലേ? അമേരിക്കയുടെ അഭിമാന സ്തംഭമായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ രണ്ടും ഇടിച്ച് തകർത്തു തീവ്രവാദികൾ. ജോർജ് ബുഷ് അന്നത്തെ പ്രസിഡന്റ് യുദ്ധം നടത്താനായിട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു. ഉടനെ ദൈവത്തിൻ്റെ ദാസനായ ഡോക്ടർ ബില്ലി ഗ്രഹാം പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ? ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ, but it is a time for the people of United States to come back to the word of God. ഇത് യുദ്ധത്തിനുള്ള സമയമല്ല. അമേരിക്കൻ ജനതയും ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും മടങ്ങി വരാനുള്ള സമയമാണിത്. ഈ മണിക്കൂറുകളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്നവരെ, ജീവിതത്തിന് നിർണായകമായ നിമിഷങ്ങൾ നീ എത്തിവിടും. സഹായിപ്പാൻ ഒരു മനുഷ്യനുമില്ല. എന്നാൽ ദൈവം ബുദ്ധിപദേശം തരുമ്പോൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നാൽ നമുക്ക് വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യക്തിയായാലും കുടുംബമായാലും സഭയായാലും സംഘടനയായാലും രാഷ്ട്രമായാലും നമുക്ക് ദൈവവചനമാണ് പ്രമാണം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ബലപ്പെടാൻ കൃപയുടെ കരങ്ങളിൽ കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വീഴ്ച പറ്റിപ്പോയി, മറ്റു പലതിനും സമയമുണ്ട് ഇല്ലേ? ദൈവവചനത്തിന് സ്ഥാനമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പല വിഷയം പഠിക്കാറുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ ഒക്കെ. അതിൻ്റെ കൂടെ ഒരു പുസ്തകം കൂടെ പഠിക്കണം. അതിൻ്റെ കൂടെ ഒരു കറുത്ത പുസ്തകം. അർത്ഥം ഞാൻ പറഞ്ഞത് അല്ലാത്തതും കൊണ്ട് പുറത്ത് വൈൻഡിങ്ങിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അന്തർസത്ത, വേദവചനങ്ങളെ മനസ്സിലാക്കുന്നവൻ. യഹോവേ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണേ എന്ന് ഭക്തൻ പാടി പ്രാർത്ഥിച്ചു. വാട്ട് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ ലോ? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ സകല സത്യത്തിൽ നിന്നും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിന്റെ വചനത്തിന് ശബ്ദം കേട്ട് നിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, നിന്റെ ദൂതന്മാരായി നിന്നെ വാഴ്ത്തുവാൻ കർത്താവേ ഞാൻ കൃപ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. മുൻപോയ വീഴ്ച, ഒരു മടങ്ങി വരവ്, ഒരു തീരുമാനമെടുക്കും. എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ദൈവവചനത്തിന് സ്ഥാനമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ തിരക്കേറിയ ജീവിതമാണ്. രാവിലെ ജോലിക്ക് പോകണം, ഓക്കെ. പക്ഷേ ഒരു 10 മിനിറ്റെങ്കിലും വായിക്കാം. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളെ, in your busy schedule, I want to exhort you by the mercies of God. Just open your Bible and read few words. അല്പവചനങ്ങൾ വായിച്ചിട്ട് പോകും. God will help you. God will bless your future. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്റെ ഭാവി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മറ്റൊന്നും അല്ല, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒന്ന് പരീക്ഷിച്ച് നോക്കാമോ? കർത്താവേ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട, പ്രാർത്ഥിക്കേണ്ട, ദൈവവചനം ധ്യാനിക്കേണ്ട സമയങ്ങളൊക്കെ ഞങ്ങൾ നിഷ്ഫലമാക്കി. മറ്റു പലതിനും ഞങ്ങൾ സമയം കൊടുത്തു. എന്നാൽ അത് അപകടകരമായ പോക്കാണെന്ന് ഈ മണിക്കൂറുകളിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. മടങ്ങി വരാൻ ഞങ്ങൾ മനസ്സകർത്താവി.
ഞങ്ങളെ ഒന്ന് താങ്ങിക്കൊള്ളണേ. വി ആർ കമ്മിങ് ബാക്ക്. ഞങ്ങൾ വരുന്നു, ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധു ക്ഷീണൻ കുരുടൻ എന്ന് ഭക്തൻ പാടിയല്ലോ. ഹല്ലേലൂയ. ഒരു മിനിറ്റ്, എൻ്റെ ആ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. മുറ്റു ഞാൻ തരും നീതാ പുനിക്ഷേപം മുഴുവൻ, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ ശരണമോ എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോൾ. ആത്മാർത്ഥമായി ഒന്ന് പാടി ഒന്ന് സമർപ്പിക്കുമോ? ഗോഡ് വിൽ ഹെൽപ്പ് യു. ഗോഡ് വിൽ ബ്ലെസ് യു. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? വിനയപ്പെടാൻ മനസ്സുണ്ടോ? മടങ്ങി വരാൻ മനസ്സുണ്ടോ? ദൈവവചനത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക്, വീഴ്ച പറ്റിയ മേഖലകളിൽ നിന്ന് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഞാനിതാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നിന്റെ വചനം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. താവേ, സ്വർഗത്തിൽ നീക്ക് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ചത് അതിൻ്റെ സത്യമാ അതിൻ്റെ ശക്തിയാ ഞങ്ങളെ നടത്തും. എന്നാൽ ലോകത്തിന് വലിയൊരു കൂട്ടം ജനം കർത്താവേ നദിയിൽ നിന്ന് പിന്മാറി മറ്റു പലതിനും അതിന് സ്ഥാനം കൊടുത്ത് ദൈവത്തെ പുറകിലാക്കി കളഞ്ഞ് വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ അന്തരീക്ഷങ്ങളിൽ നിന്ന് മടങ്ങി വരാൻ ആലോചന കൊടുത്തത് കേട്ടനുസരിച്ച് കൊള്ളാൻ ജീവിതങ്ങളെ ദൈവം ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഈ വചനത്തിന് മുമ്പാകെ വിനയപ്പെട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ, വചനത്തിലേക്ക് മടങ്ങി വരാൻ ഇവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. സംഘർഷഭരിതമായൊരു കാലഘട്ടം ഞങ്ങളുടെ നടുവിലായിരിക്കും. ഇതിന് നടുവിൽ ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ദിവസങ്ങൾ. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല. താവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനൻ്റെ കാര്യം നോക്കുന്നത് നീയാണ് എന്നതിൻ്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമല്ലോ. ഞങ്ങൾ വിശ്വാസത്താൽ സ്തോത്രം ചെയ്യുന്നു. ജനം ഒരുങ്ങി നിൽക്കട്ടെ, കരുതലുള്ളവരായി നിൽക്കട്ടെ, പ്രാർത്ഥന നിരതരായിരിക്കട്ടെ. ദൈവവചനത്തെ മാറോടണച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് മുന്നേറാൻ ഒരു വലിയ സൈന്യമായി നാളുകളിൽ എഴുന്നേൽക്കാൻ സ്വർഗം സഹായിക്കണം. നന്മകളാൽ നിറയ്ക്കണം. ജീവിതാവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരോട് ദൈവം കരുണ കാണിക്കണമേ. തിരുനാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.